സ്വിറ്റ്സർലാൻഡിനെതിരെ ആദ്യ മത്സരത്തിൽ ഫുട്ബോൾ ലോകത്തെ ഞെട്ടിപ്പിച്ചുകൊണ്ട് സമനില നേടിയ ഖത്തറിനെ ആതിഥേയരായ കാനഡയാകട്ടെ 6 അടി മണ്ണിൽ കുഴിച്ചു മൂടുകയാണ് ചെയ്തത്. ഫുട്ബോൾ ലോകത്തെ ഒന്നടക്കം വിറപ്പിച്ചുകൊണ്ട് കാനഡയുടെ ആറാട്ടാണ് ഇന്ന് രാത്രി നമുക്ക് വേൾഡ് കപ്പിൽ കാണാൻ സാധിച്ചത്. ഒരിക്കൽ പോലും പ്രതീക്ഷിക്കാത്ത മത്സരഫലമായിരുന്നു നമ്മൾ കണ്ടത്. ഖത്തറിനെ എതിരില്ലാത്ത 6 ഗോളുകൾക്കാണ് കാനഡ തകർത്തെറിഞ്ഞത്. ലിയണൽ മെസ്സിക്ക് പുറമെ ജൊനാഥൻ ഡേവിഡും ഹാട്രിക്കുമായി വേൾഡ് കപ്പിൽ കളം നിറഞ്ഞ ദിവസം. 1-2 ഗോളുകൾക്കല്ല, 6 ഗോളിൻ്റെ തകർപ്പൻ വിജയത്തിനൊടുക്കം ഖത്തർ എരിഞ്ഞമർന്നു. മത്സരത്തിൻ്റെ 16-ാം മിനിറ്റിൽ ലെറി നേടിയ ഗോളിലൂടെ കാനഡ മുന്നിലെത്തുന്നു. 29-ാം മിനിറ്റിൽ ജൊനാഥൻ ഡേവിഡ് ഗോളിന് തുടക്കം കുറിക്കുന്നു. 2-0 നിൽക്കുന്നതിനിടെയാണ് അഹമ്മദ് ഖത്തറിന് റെഡ് കാർഡ് കണ്ട് പുറത്തു പോകുന്നത്. 10 പേരുമായി ചുരുങ്ങിയ ഖത്തറിനെതിരെ സർവാധിപത്യം പുലർത്തി കാനഡ. 45-ാം മിനിറ്റിൽ ജൊനാഥൻ ഡേവിഡ് ബ്രേസുമായി കളം നിറഞ്ഞു. രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ വീണ്ടും ഞെട്ടിച്ചുകൊണ്ട് മാഡിബർ റെഡ് കാർഡ് കണ്ടതോടെ ഖത്തർ 9 പേരുമായി ചുരുങ്ങി. ഇതിനൊടുക്കം സാലിബ് 64-ാം മിനിറ്റിൽ വീണ്ടും ഗോളുമായി കളം നിറഞ്ഞു. സ്കോർ 4-0. മത്സരത്തിൻ്റെ 75-ാം മിനിറ്റിൽ ഖത്തർ താരം മെനയുടെ സെൽഫ് ഗോളിൽ സ്കോർ 5-ലെത്തി. ഒടുവിൽ എക്സ്ട്രാ ടൈമിൽ 92-ാം മിനിറ്റിൽ ജൊനാഥൻ ഡേവിഡ് ഹാട്രിക്കും കാനഡയുടെ ഗോൾ പട്ടികയും പൂർത്തീകരിച്ചു. ഖത്തറിനെ 6 അടി മണ്ണിൽ കുഴിച്ചുമൂടി 6-0 എന്ന വമ്പൻ വിജയമാണ് ആതിഥേയരായ കാനഡ സ്വന്തമാക്കിയത്. ഗ്രൂപ്പിൽ 4 പോയിന്റുമായി കാനഡയാണിപ്പോൾ 1-ാം സ്ഥാനത്ത്. ആരും പ്രതീക്ഷിക്കാത്ത മത്സരഫലമായിരുന്നു ഇത്. ഖത്തർ vs കാനഡ പോരാട്ടത്തിലെ ഗോളാറാട്ടിന് പിന്നാലെ തന്നെ സ്വിറ്റ്സർലാൻഡ് ബോസ്നിയ പോരാട്ടത്തിലും ഗോളാറാട്ട് കണ്ടു. 1-നെതിരെ 4 ഗോളുകൾക്കാണ് സ്വിറ്റ്സർലാൻഡ് ബോസ്നിയയെ പരാജയപ്പെടുത്തിയത്. ഈ മത്സരം അതിലും പ്രത്യേകത നിറഞ്ഞതായിരുന്നു. മത്സരത്തിൻ്റെ 74 മിനിറ്റ് വരെ സ്വിറ്റ്സർലാൻഡും ബോസ്നിയയും തമ്മിൽ ഗോൾ രഹിത സമനിലയിലായിരുന്നു. 74-ാം മിനിറ്റിൽ മൻസാബി നേടിയ ഗോളിലൂടെ സ്വിറ്റ്സർലാൻഡ് മുന്നിലെത്തുന്നു. എന്നാൽ മത്സരത്തിൻ്റെ 80-ാം മിനിറ്റിൽ വമ്പൻ തിരിച്ചടിയായിക്കൊണ്ട് മുഹറമോവിക്കിന് റെഡ് കാർഡ് കണ്ട് പുറത്തു പോകേണ്ടി വരുന്നു. 10 പേരുമായി ചുരുങ്ങിയ ബോസ്നിയക്കെതിരെ പിന്നീട് സ്വിറ്റ്സർലാൻഡിൻ്റെ സംഹാര താണ്ഡവമാണ് കണ്ടത്. 84-ാം മിനിറ്റിൽ വാർഗസും 90-ാം മിനിറ്റിൽ മൻസബിയും ഗോൾ നേടിയതോടെ സ്വിറ്റ്സർലാൻഡ് 3-0-ലെത്തി. 75 മിനിറ്റിന് ശേഷമാണ് ഈ ഗോളുകളെന്ന് ഓർക്കണം. 93-ാം മിനിറ്റിൽ മെഹ്മെക് നേടിയ ഗോളിലൂടെ ബോസ്നിയ 1 ഗോൾ തിരിച്ചടിച്ചെങ്കിലും കാര്യമുണ്ടായില്ല. 97-ാം മിനിറ്റിൽ സാക്കയുടെ പെനാൽറ്റി ഗോളിലൂടെ പട്ടിക പൂർത്തിയായി 4-1. ഗ്രൂപ്പിൽ 4 പോയിന്റുമായി കാനഡയ്ക്ക് പിന്നാലെ 2-ാം സ്ഥാനത്താണ് സ്വിറ്റ്സർലാൻഡ്. ഏതായാലും ഒരു ഗോൾ പൂരം കണ്ട വേൾഡ് കപ്പ് രാത്രി കൂടിയായിരുന്നു കഴിഞ്ഞു പോയത്. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ഫുട്ബോൾ വാർത്തകളും വിശേഷങ്ങളുമായി ഇനിയും കണ്ടുമുട്ടാം.